വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഈ രാജ്യത്തെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 12 കൊല്ലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ഏക ആശ്വാസമായി കോൺഗ്രസ് നേതൃത്വം പോലും സമർത്ഥിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു നിതിൻ ഗഡ്കരി. എന്നാൽ പെട്രോളിൽ എഥനോൾ ചേർത്ത ഇപ്പോഴത്തെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ന്യായീകരണവുമായി എത്തി അത്തരത്തിലുള്ള കാറുകളെ പരമാവധി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിതിൻ ഗഡ്കരി എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഓടി നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിതിൻ ഗഡ്കരിക്ക് വ്യാപാരപരമായി കോടികളുടെ ലാഭം എങ്ങനെയാണ് ഈ കമ്പനികൾ കൊടുക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി കോൺഗ്രസ് നേതൃത്വം കണ്ടുപിടിച്ചത്. വാസ്തവത്തിൽ പലരും ഞെട്ടിയിരിക്കുകയാണ്. മന്ത്രിസഭയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി നിതിൻ ഗഡ്കരി മാറുകയാണ്. ഗഡ്കരിക്ക് പിന്നിൽ വലിയ നീക്കങ്ങൾ നടത്തുന്ന പലരുമുണ്ട്. ഗഡ്കരിയെ എങ്ങനെയും അപമാനിച്ച് പുറത്താക്കാൻ വേണ്ടി മോദി കുറേ നാളായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ഗഡ്കരി അനുകൂലികൾ നാഗ്പൂരിൽ വ്യക്തമാക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ അഴിമതി മൂടിവയ്ക്കാൻ, അമിത്ഷായുടെയും നിർമ്മല സീതാരാമൻ്റെയും ഒക്കെ കഴിവുകേടിനെ മൂടിവയ്ക്കാൻ, അവരെല്ലാം അവരുടേതായ വകുപ്പുകളിൽ പരിപൂർണമായി പരാജയപ്പെടുന്ന അവസ്ഥയെ മൂടിവയ്ക്കാൻ ഗഡ്കരിയെപ്പോലുള്ളവരെ ഫ്രെയിം ചെയ്യുക. ഗഡ്കരിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കുരുക്ക് ഇപ്പോൾ മുറുകുകയാണ്. ഗഡ്കരിക്ക് രാജിയല്ലാതെ മറ്റു വഴിയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പിനെ കുളം തോണ്ടിയതുപോലെ ഗഡ്കരി ഇപ്പോൾ ഗതാഗത വകുപ്പിനെ തന്നെ കുളം തോണ്ടുന്ന സാഹചര്യമാണ്. റോഡ് നിർമ്മാണമോ അല്ലെങ്കിൽ ഉപരിഗതാഗതത്തിന് അനുസൃതമായിട്ടുള്ള ടാറിങ്ങും മാത്രമല്ല, ആ റോഡിൽ കൂടി സഞ്ചരിക്കാൻ സഞ്ചാരയോഗ്യമായ വാഹനങ്ങളുടെ കാര്യത്തിൽ കൂടി തീരുമാനം വേണം. മോട്ടോർ വകുപ്പിൻ്റെ കാര്യങ്ങളും അതിനകത്ത് പെടുന്നു എന്നുള്ളതാണ്. ആ മോട്ടോർ വകുപ്പിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ഗഡ്കരി പ്രചരിക്കുന്ന മാനദണ്ഡങ്ങളെ ഈ രാജ്യം പുല്ലുവിലയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനും രാജ്യത്ത് മായം കലർന്ന പെട്രോൾ വിൽക്കാനും ആഹ്വാനം ചെയ്യുകയാണ്. നിതിൻ ഗഡ്കരിക്ക് സ്വാർത്ഥമായ പല ലാഭങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നുള്ള വിവരം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയത്തെ ലഘൂകരിക്കാനല്ല ശ്രമിക്കുന്നത്. ഗഡ്കരിയെ പോലെ ഒരു വ്യക്തിയെ ആദരിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴല്ല എന്ന് പ്രിയങ്ക ഗാന്ധി തുറന്നടിക്കുകയാണ്. ഗഡ്കരി പല നീക്കങ്ങൾ നടത്തുന്നത് ആരും അറിയാതെയാണ്. ഗഡ്കരിയുടെ ബുദ്ധി എന്താണെന്നുള്ളത് ഈ രാജ്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഗഡ്കരിക്ക് പലതവണയായി മന്ത്രിസഭയിൽ സ്ഥാനമാനങ്ങൾ ഉയർത്തി കിട്ടാത്തതിൽ അസൂയയുണ്ട് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് അതിലും ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഗഡ്കരി എല്ലാം കുളം തോണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ എന്നും BJP നേതൃത്വം പറയുന്നുണ്ട്.